മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് ഷംസീർ കൂടി ചേരുന്നു. ഷംസീർ, മലപ്പുറത്ത് ഇഡിയുടെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ എത്ര കടുത്ത പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്? സേഫു, മലപ്പുറത്തെ ഇഡി പരിശോധന SDPI ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഇഡി പരിശോധന 2:30 കൂടി തന്നെ പൂർത്തിയായിരുന്നു. 10:00-ക്ക് ശേഷം തുടങ്ങിയ പരിശോധനയാണ് 4 മണിക്കൂറോളം എടുത്ത് 2:30 കൂടി പൂർത്തിയായത്. പ്രധാനമായും നേരത്തെ ഗോപാൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ് മലപ്പുറത്തെ SDPI പ്രവർത്തകരും ആരോപിക്കുന്നത്. രാജ്യമാകെ ഈ വഖഫ് ബില്ലിനെതിരെ SDPI വ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പരിശോധനകൾ എന്നാണ് SDPI പ്രധാനമായും ആരോപിക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് SDPIയുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഓഫീസിലെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തിട്ടുണ്ട്, ഓഫീസിലെ മൊബൈൽ ഫോൺ അവർ കൊണ്ടുപോയിട്ടുണ്ട്, രസീത് ബുക്കുകൾ, പ്രസംഗത്തിന്റെ കുറിപ്പുകൾ, ലഘുലേഖകൾ തുടങ്ങിയവയാണ് ED പിടിച്ചെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പിടിച്ചെടുത്തതിൽ ഒരു ചുക്കുമില്ല എന്നാണ് SDPI പ്രവർത്തകർ SDPI നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന സംഘടനയാണ് SDPI. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഒന്ന്, ഈ വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധത്തിൽ പ്രതികാരം വീട്ടുകയാണ് എന്നും, മറ്റൊന്ന്, MK ഫൈസിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു SDPIയുടെ ദേശീയ പ്രസിഡന്റിനെ. ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ തരത്തിലുള്ള റെയ്ഡുകൾ നടത്തുന്നതെന്നും SDPI ആരോപിക്കുകയാണ്. മാത്രമല്ല, നിയമവിരുദ്ധമായ രീതിയിലാണ്, തങ്ങളെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് ഈ പരിശോധന നടത്തിയത് എന്നും SDPI ആരോപിക്കുന്നുണ്ട്. ഏതായാലും 4 മണിക്കൂറോളമാണ് മലപ്പുറത്തെ SDPI ഓഫീസിലെ പരിശോധന നീണ്ടു നിന്നത്. 10-ലേറെ ഉദ്യോഗസ്ഥർ ഈ പരിശോധനയുടെ ഭാഗമാവുകയും ചെയ്തു. ശരി ഷംസീർ.